ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കരുണയുടെ മാതാവായ മറിയം. ഇന്ന് നമ്മൾ കരുണയുടെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓരോ ക്രൈസ്തവ ഹൃദയത്തിലും പരിശുദ്ധ കന്യാമറിയം കരുണയുടെ പ്രതീകമാണ്. അമ്മയായ മറിയം യേശുവിനെയും നമ്മളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. കുരിശിലേറ്റപ്പെട്ട യേശുവിന്റെ വേദനയും മരണവുമെല്ലാം സഹിച്ചത് മാതാവാണ്. തന്റെ മകന്റെ ദുഃഖം തന്റെ ഹൃദയത്തെ തന്നെ കാർന്നു തിന്നുവെങ്കിലും അവൾ ആരോടും പരാതി പറഞ്ഞില്ല. മറിച്ച് ക്ഷമയും കരുണയുമായിരുന്നു അമ്മയുടെ നിലപാട്. പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ ഓരോരുത്തരെയും നിരന്തരം വിളിച്ചു ചൊല്ലുന്നു. തന്റെ മകനെ പോലെ ജീവിക്കുക, സ്നേഹിക്കുക, ക്ഷമിക്കുക, കരുണ കാണിക്കുക. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും വളരെയേറെ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലും സമൂഹങ്ങളിലും അരങ്ങേറുന്നത് വിധിയുടെയും അപമാനത്തിന്റെയും സംസ്കാരമാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ മാതൃത്വം നമ്മളെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നു. ചെറിയ സഹായം, ചെറുതായി പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾക്ക് പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതുതന്നെയാണ് പരിശുദ്ധ ദൈവമാതാവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, ആത്മാർത്ഥമായ കരുണ. നമ്മുടെ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ ആശ്വാസമായും നമ്മുടെ ദൗർബല്യത്തിൽ നമ്മുടെ കരുത്തായും അമ്മയുണ്ട്.